പരാമർശം വന്നിട്ടുണ്ട്. തടയില്ല, ആ തടഞ്ഞ സംഭവം ഇഷ്യൂ ആക്കിയത് ഷാഫി പറമ്പിലാണെന്നാണ് MPO എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞതാണല്ലോ. ഞാൻ അവിടെ വന്ന് ഇറങ്ങിയ ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് പോലും പറഞ്ഞു, അവിടെ വലിയ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആരോ ഒന്ന് രണ്ട് ലോക്കൽ ചാനൽ സമരക്കാർ തന്നെ അറേഞ്ച് ചെയ്തായിരിക്കും അവർ ഫോണും കൊണ്ട് വന്ന് നിൽക്കുക. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇത് തടഞ്ഞപ്പോൾ പോലും ഞാൻ ആദ്യം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആരെയും വെള്ളം വെക്കാൻ പോയിട്ടില്ല. ഞാൻ അവിടെ വണ്ടിയിൽ തന്നെ ഇരുന്നു. വണ്ടി ആളുകളുടെ മേൽ തട്ടാൻ പാടില്ല, ശ്രദ്ധിച്ചെടുക്കാവൂ എന്നുള്ളത് ഞാൻ അപ്പം തന്നെ ആളോട് പറഞ്ഞു. പോലീസ് ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് അവരെ മാറ്റാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു അനുഭവം അവിടെ ഉണ്ടായില്ല. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നോട്ടെ എന്നുള്ളൊക്കെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ശരി, നിന്നോട്ടെ. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞത് ജനാധിപത്യ സമരങ്ങളോട് ഇപ്പോൾ സമരത്തിന് ലോജിക്കൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ചോദിച്ചു, ഇപ്പോൾ എന്നെ തടയേണ്ട ലോജിക്ക് എന്താ സമരത്തിൻ്റെ? ആ ലോജിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ബാധകമാണോ? മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി പാർട്ടിയിലെ MLA-മാരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബാധകമാണോ? മന്ത്രിസഭയിലെ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബാധകമാണോ? പാർട്ടി നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബാധകമാണോ? അതിൻ്റെ ലോജിക്ക് എന്താ? അപ്പോൾ ആ ലോജിക്കൊന്നും അപ്ലിക്കബിൾ അല്ല. എന്നാൽ പോലും പറഞ്ഞു സമരങ്ങൾ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഞാൻ എൻ്റെ ലോജിക്കിനെ ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ ആ സമരം എന്ത് കാരണത്താല എനിക്കെതിരെ സമരം ചെയ്യുന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവില്ല. പക്ഷെ അപ്പോൾ അങ്ങനെ പറഞ്ഞ് സമരം ചെയ്യുന്നതിൻ്റെ ഇടക്ക് വടകരയിൽ അന്ന് നിങ്ങൾ വന്നു പോയില്ലേ? ആ വന്നു പോയ അന്നും ഞാൻ വണ്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ ഗ്ലാസ് താത്താൻ പറഞ്ഞ് ഞാൻ ഗ്ലാസ് താത്തി കൊടുത്തു. അപ്പോൾ ഒരാൾ വന്നിട്ട് എന്തൊക്കെയോ ആക്ഷേപിച്ച് പോയി. അപ്പോൾ പുറകിൽ നിന്ന് ഒരാൾ എൻ്റെ വീഡിയോ എടുത്തതാ വടകരക്കാരേതോ പാർട്ടിക്കാരനാണ്, വടകരക്കാരേതോ ആക്ഷേപിച്ച് അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ നന്നായിട്ട് പ്രചരിപ്പിച്ചു. അപ്പോൾ ഇന്നലെ സമാനമായ രീതിയിൽ വന്നിട്ട് ആക്ഷേപമല്ല, കേട്ടാലിറക്കുന്ന തെറി പറയുക. അത് തെറി പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഞാൻ അപ്പത്തെ വികാരത്തിലെ വാക്കുകൾ ഉൾപ്പെടെ പറഞ്ഞു. ഇപ്പോൾ ഞാനത് ആവർത്തിക്കുന്നില്ല. ആ വാക്കുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ പെടുത്തി. അങ്ങനെ ആരുടെയും ഭീഷണിയായിട്ട് വടകരന്ന് പോകാൻ പറ്റുമോ? ഞാൻ വടകരയിൽ നിൽക്കാനും പൊതുപ്രവർത്തനം നടത്താനും ഇവരുടെ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ വാങ്ങാൻ പറ്റുമോ? സമരങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഞാൻ ഇനിയും വേണമെങ്കിൽ സമരം ചെയ്തോട്ടെ, അതിനകത്ത് ആർക്കും പരാതിയില്ല. അപ്പം അവർ സമരം ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ അവരുടെ തീരുമാനം. ഞാനൊരു കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ അവിടുത്തെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു പരിപാടി പങ്കെടുത്തിട്ട് ഇറങ്ങിയത്. അവിടെ CPM-ന്റെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അവരുടെ കാര്യത്തിൽ വടകരയിൽ എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് പ്രസംഗിച്ചൊരു ചടങ്ങിന് ശേഷം പുറത്തിറങ്ങിയതാ. പോലീസിന് നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു പോലും അവിടെ തടയാൻ ആൾ നിൽക്കുന്നുണ്ട്. അവരാരെയും മാറ്റിയൊന്നുമില്ല, എന്നോട് റൂട്ട് മാറ്റാനും പറഞ്ഞില്ല. ഇനി പോലീസിന് അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടൗൺ ഹാളിൽ നിന്ന് വേണമെങ്കിൽ ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈ കാത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ കൂടെ പോകണമെന്നില്ല. അപ്പോൾ പോലീസിന് റൂട്ട് മാറ്റണമെന്നില്ല. പോലീസിന് ഒന്ന് തടഞ്ഞോട്ടെ, കുറച്ച് നേരം അവിടെ നിന്നോട്ടെ എന്നുള്ളത് ആ പോലീസിന്റെ ആറ്റിറ്റ്യൂഡ്. എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് ഞാനും ആദ്യം തീരുമാനിച്ചു. പക്ഷെ അവിടെ വന്നിട്ട് ആക്രോശിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും തെറി പറഞ്ഞിട്ടൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. വടകരയിൽ ഇറങ്ങി നടക്കുന്ന ഇല്ലാതാക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. അപ്പോഴും അങ്ങോട്ടൊരു പ്രകോപനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അവിടെ വന്ന് ഇറങ്ങിയപ്പോഴും പറഞ്ഞത് സമരം ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്, ആർക്കാണെങ്കിലും ഉണ്ട്. പക്ഷെ വേണ്ടാത്ത വർത്താനം പറഞ്ഞ് തെറി പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടെ പുറത്തിറങ്ങുന്നത് ഇല്ലാതാക്കുന്ന ആരും ധരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിപ്പോഴും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് നിലപാട് അത്തരം കാര്യത്തിൽ എടുക്കണം, എപ്പോഴും പോണോ വേണ്ടേ എന്നുള്ളതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാർട്ടി അതിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട് ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ സുഹൃത്താണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വലിയൊരു അജണ്ട, ഞാൻ പറഞ്ഞു അത് CPM-ന് ഉണ്ടാവും. മാധ്യമങ്ങൾ എന്തിനാ അജണ്ട എടുക്കുന്നത്? നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നതിൻ്റെ പേരിൽ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പൊളിറ്റിക്കലാണോ അല്ലെങ്കിലും നിങ്ങൾ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ ഉത്തരവാദിയായിട്ടാണോ മറ്റ് കേസുകളിലൊക്കെ വാർത്ത കൊടുക്കാറ്? ഇവിടെ കൊലക്കേസ് കുറ്റത്തിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കോടതി ശിക്ഷിച്ച് ജയിലിലടക്കപ്പെട്ട ആളുകൾ, ആ ജയിലിലടക്കപ്പെട്ട കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങുമ്പോൾ അവർ കേസിന് പോകുമ്പോൾ പുറത്തിറങ്ങിയിട്ട് പോലീസ് ഒത്താശയോടെ 4 സ്മോള് വീശാൻ അവസരം ഒരുക്കി കൊടുത്ത് അവർക്ക് ചിക്കനും കൊടുക്കാൻ കൂട്ടുനിൽക്കുന്ന ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി അവിടെ എവിടെയും ചാർത്താൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ, അവിടെ എവിടെയും കൊണ്ട് കെട്ടാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു CPM അജണ്ട അതേപടി ഒരു അജണ്ടയായിട്ട് മാധ്യമങ്ങൾ ദയവ് ചെയ്ത് ഏറ്റെടുക്കരുത്. ഞങ്ങൾ ആരും ഒളിച്ചോടിയിട്ടൊന്നുമില്ലല്ലോ. കോൺഗ്രസ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആവർത്തിക്കുന്നു. ഇപ്പോൾ ഈ വാർത്തകളൊക്കെ ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ വാർത്തകൾ ഡൈവേർട്ട് ചെയ്തിരുന്നു. നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത ഇൻറ്റൻസിറ്റിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല. C. ചന്ദ്രൻ എന്ന് പറഞ്ഞ KPC ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ 6:30ക്കാണ് പാലക്കാട് എത്തിയത്. ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞു.
അതുമാത്രമല്ല ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല, അദ്ദേഹം അവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത്. രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിന്റെ അജണ്ടകളും നിങ്ങൾ എന്നെ തീരുമാനിച്ചു, യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്ന് നിങ്ങൾ എന്നെ തീരുമാനിച്ചു, എന്നിട്ട് നിങ്ങൾ വാർത്തയും കൊടുത്തു, എന്നിട്ട് നിങ്ങൾ അതിന്റെ വിശദീകരണം കൊടുത്തു. അവിടുന്ന് ആങ്കർ ചോദിക്കുക, അപ്പൊ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ വലിയ വിശദീകരണവും കൊടുക്കുക. ഒന്നും ചേർന്നിട്ടില്ല, ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ചേർന്നിട്ടില്ല. ഞാൻ ഇന്നലെ എൻ്റെ കുടുംബമായിട്ടാണ് ഞാൻ ഇന്നലെ പിന്നെ അവിടെ പോയത്. ഞാൻ 10-13 കൊല്ലം MLA ആയിരുന്നിട്ടുള്ളൊരു സ്ഥലമല്ലേ. അവിടെ ഞാൻ പോകുമ്പോൾ ആരെങ്കിലും എന്നെ കാണാൻ വന്നിരുന്ന ആ കാണാൻ വന്നവർ ഗ്രൂപ്പ് യോഗം നിങ്ങൾക്ക് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിപ്പോയി, അവിടെ മാധ്യമങ്ങളുണ്ട്. അപ്പൊ അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം C. ചന്ദ്രന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ അല്ല, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്നിട്ടല്ല ഞാൻ പറയുന്നത്. അവിടെയും ഈ പറയുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ക്യാമറയും ചാനലൊക്കെ. ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല, ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിട്ടുമില്ല. ഇപ്പൊ ആദ്യം ചന്ദ്രന്റെ പേര് പറഞ്ഞ് വാർത്ത കൊടുത്തു, ഇപ്പൊ ചന്ദ്രൻ ഇല്ല എന്ന് പറഞ്ഞപ്പോ താക്കോല് വേറെ എടുത്ത് കൊടുത്തു. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടു? ആ യാഥാർത്ഥ്യം പറയാൻ നിങ്ങൾ പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോ ഉള്ള ചന്ദ്രൻ ഇല്ലാതായപ്പോ പിന്നെ താക്കോലിനായി കുറ്റം. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ വിഷയം ഒരു വാർത്ത നിങ്ങളൊന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കണം.